ഹലോ, അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അലിബായി എന്നാണ്. ഞാൻ തൃശ്ശൂർ ജില്ല ചെറുതുരുത്തി പള്ളത്താണ് എൻ്റെ വീട്. എനിക്കൊരു കാര്യം പറയാനുള്ളൂ. ഈ സതീശൻ സാറ് ഞങ്ങളുടെ പെൻഷൻ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ പ്രവാസികളുടെ പെൻഷൻ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാൻ 35 കൊല്ലം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത ആളാണ്. അതിൽ 6 കൊല്ലം ആടിനെ മേച്ചു മരുഭൂമിയിൽ. ഇനി സാറിന് എന്തെങ്കിലും അറിയണോ? അതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണ്ടല്ലോ സാറിന്? 6 കൊല്ലം ആട് ജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണെന്നുള്ളത്? സാറിനറിയില്ല. ഒന്ന്. പിന്നെ 27 വർഷം വീട്ടിൽ ജോലി ചെയ്തു ഡ്രൈവറായിട്ട്. അതും എന്താണെന്ന് സാറിനറിയില്ല. സാറേ, ഈ പ്രവാസികൾ കേരളത്തിന് വേണ്ടി എന്തെല്ലാം ഇന്ന് ചെയ്തു? ആർക്ക് സുഖമില്ലാച്ചെങ്കിൽ ഈ പ്രവാസികളില്ലേ? അതുപോലെ എന്തിനും ഈ പ്രവാസികളില്ലേ? എന്തിനാണ് ഞങ്ങളുടെ പെൻഷൻ? അത് തുച്ഛമായ പൈസ നിങ്ങൾ തരുന്നത്. എനിക്ക് 3000 രൂപ പെൻഷൻ കിട്ടുന്നത്. 3000 രൂപ. അത് 7 മാസമായി കഴിഞ്ഞിട്ട്. ഞാൻ സൗദിയിലായിരുന്നു. ഇപ്പം ഞാൻ മസ്കറ്റിൽ വന്നു. നാട്ടിലേക്ക് വരാൻ വേണ്ടി നിൽക്കുകയാണ്. എന്തിനാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്? ഞങ്ങൾക്ക് നിങ്ങൾ 10,000 രൂപ മാസം വെച്ച് പെൻഷൻ തരണം. 10,000 രൂപ ഒരു പ്രവാസി അവിടെ നാട്ടിലുണ്ടെങ്കിൽ അവനക്ക് 10,000 രൂപ നിങ്ങൾ പെൻഷൻ കൊടുക്കണം. കാരണം ഒരു ഗവൺമെൻറ് ജോലിക്കാരൻ വിരമിച്ചാൽ നിങ്ങൾ പിന്നെ അവനക്ക് എന്തെല്ലാം അയാൾക്ക് കൊടുക്കുന്നുണ്ട്? ഗവൺമെൻറ് നിയമപരമായ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അതിൻ്റെ പുറമെ ശമ്പളത്തിൻ്റെ പകുതി പെൻഷനും കൊടുക്കുന്നുണ്ട് അല്ലേ? കൊടുക്കുന്നുണ്ടോ അല്ലേ? എൻ്റെ അറിവിൽ ഒരുപാട് ആൾക്കാർക്ക് 50,000 രൂപ 70,000 രൂപ ശമ്പളം, അതിൻ്റെ പകുതി പെൻഷൻ വാങ്ങി മിണ്ടാതെ അതും ബാങ്കിലിട്ട് ചിലവാക്കാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അടുത്ത് വീട്ടുകാരൊക്കെ ഉണ്ട്. ഞങ്ങളെ ദ്രോഹിക്കരുത്. ദൈവത്തെ ഓർത്ത് സാറ് ഞങ്ങളെ പ്രവാസികളെ ദ്രോഹിക്കരുത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പെൻഷൻ കിട്ടണം. പിന്നെ ഈ പറയുന്ന എന്തെങ്കിലും തെറ്റ് ഇന്നെ വിമർശിക്കുക കല്ലിയൊല്ല. 66 വയസ്സായി. ഇനി ഒന്നുമില്ല. പെൻഷൻ തന്നില്ല. സാറിൻ്റെ വീട് ഞാൻ അറിയും, സാറിൻ്റെ ഓഫീസ് അറിയും. ഞാൻ ഒറ്റയ്ക്ക് വന്ന് സത്യാഗ്രഹം ചെയ്യും. ആസിറ്റ് ഒഴിച്ച് മരിക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ. വീടിൻ്റെ മുന്നിൽ വയ്ക്കും ഞാൻ. നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വെച്ച് ആസിറ്റ് ഒഴിച്ച് മരിക്കും ഞാൻ. ഞങ്ങളുടെ പെൻഷൻ കിട്ടണം. ഈ വീഡിയോ കാണുന്നതൊക്കെ സതീശൻ സാറിനെ അയച്ചു കൊടുക്കണം. നിങ്ങളെല്ലാവരും ഗ്രൂപ്പിലിടണം. എല്ലാം അങ്ങനെ വിടാൻ പറ്റില്ല. 65 വോട്ട് ഞങ്ങൾക്ക് ജയിച്ചിട്ടുണ്ട് കോൺഗ്രസ്സിന്. 65 വോട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഇലക്ഷന് നിങ്ങൾ കയറാൻ വേണ്ടി ചെയ്തതാണ്. അതിൻ്റെ പുറമെ ഞാൻ ഒരു ലീഗ് അനുഭാവിയാണ്. അതിൻ്റെ പുറമെ ഞാനൊരു കോൺഗ്രസിൻ്റെ അനുഭാവിയാണ്. അങ്ങനത്തെ വ്യക്തിയാണ്. ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ ജനങ്ങൾക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു ഹോട്ടൽ ജോലിക്കാരൻ 15 മണിക്കൂർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയോ? സാറിനറിയോ? 15 മണിക്കൂർ ജോലി ചെയ്യാണ് ഇവിടെ. ഒരു ഹോട്ടലിൽ ഒരു വ്യക്തി ഇവിടെ ജോലി 15 മണിക്കൂറാണ്. ഇവിടെ സൗദി അറേബ്യയിൽ എന്താണെന്ന് ചൂട് സാറിനറിയോ? മസ്കറ്റിലെ ചൂട് സാറിനറിയോ? മസ്കറ്റിൽ നിന്ന് ചൂട് 47 അറിയോ? ഇതൊന്നും നിങ്ങൾക്കറിയില്ല. മന്ത്രിമാർക്കോ MLA മാർക്കോ MP മാർക്കോ ഒന്നും നിങ്ങൾക്കറിയില്ല. ഇന്ന് ഞാൻ മസ്കറ്റിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് എത്ര റുപ്യക്കാന്ന് അറിയോ? 120 റിയാലിനാണ് ടിക്കറ്റ് എടുത്ത്. ഇന്ത്യ മണി എത്രയായി? ഇതൊക്കെ പ്രവാസികളുടെ പൈസയെ പോണത്. അതിനൊന്നും ഒരാൾ ശബ്ദിക്കുന്നില്ല. ഞങ്ങളെ ദ്രോഹിക്കരുത്. ഞങ്ങളുടെ പെൻഷൻ ഞങ്ങൾക്ക് വേണം, കൂട്ടിത്തരണം. ഞങ്ങൾക്ക് പൈസ കൂട്ടിത്തരണം. അത്രേ പറയാനുള്ളൂ. ഞങ്ങളുടെ പൈസ പിടിച്ചു വെക്കരുത്. ഒരു കാരണവശാലും പിടിച്ചു വെക്കരുത്. അസ്സലാമു അലൈക്കും.